ഇന്ത്യയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു പുതിയ നീക്കം ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണമെന്നുള്ള നീക്കം ബംഗ്ലാദേശ് കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ടുകളെല്ലാം ബംഗ്ലാദേശ് സർക്കാർ റദ്ദു ചെയ്തിരിക്കുന്നു. അതുമൂലം ഷെയ്ഖ് ഹസീനയ്ക്ക് മൂന്നാമതൊരു രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അഭയം തേടാനുള്ള വഴികൾ കൂടുതലായി അടഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയതായി വരുന്ന വാർത്ത. 31 കേസുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 26 കേസുകൾ കൊലപാതക കേസുകളാണ്. ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നം ഉള്ളത് എന്തായെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഈ പ്രതികളെ, കുറ്റവാളികളെ കൈമാറുന്ന ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളിൽ ആർട്ടിക്കിൾ 8 പ്രകാരം ഇന്ത്യക്ക് ഇത് നിരസിക്കാൻ കഴിയും. പക്ഷേ അവിടെയും ഈ കരാറിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയ സ്വഭാവമുള്ള കേസാണ് എങ്കിൽ പോലും കൊലപാതക കുറ്റം ചെയ്ത വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ കേസ് കോടതിയിലെത്തിയ സാഹചര്യത്തിൽ വിട്ടുകിട്ടണമെന്നാണ്. ഇത് ഏതായാലും ഇന്ത്യക്ക് കടുത്ത സമ്മർദ്ദം തന്നെയാണ്. എല്ലാ കണ്ണുകളും മോദിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കുമോ അതോ ഷെയ്ഖ് ഹസീന ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു രാജ്യത്ത് അഭയം തേടുമോ എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒരു ഷെയ്ഖ് ഹസീനയെ ചുറ്റിപ്പറ്റി നിൽക്കുമോ എന്നും ചോദ്യം വരുന്നത്. കാരണം ഈ കരാർ നിലവിൽ ഉണ്ട്, കൈമാറാനുള്ള കരാറുണ്ട്. അതായത് കോടതിയിൽ കേസ് എത്തിയാൽ പ്രതികളെ കൈമാറണം. അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളായാലും മറ്റ് കുറ്റകൃത്യങ്ങളായാലും കൈമാറണമെന്നാണ് ബംഗ്ലാദേശുമായി ഇന്ത്യക്കുള്ള കരാർ. പക്ഷേ ഇന്ത്യക്ക് ഇത് രാഷ്ട്രീയ സ്വഭാവമുള്ള കേസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 8 പ്രകാരം ഇത് തള്ളിക്കളയാവുന്നതാണ് എങ്കിൽ പോലും ഇതിലും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിലും ഈ കൊലപാതകം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് കൈമാറണമെന്ന്. ഏതായാലും ഷെയ്ഖ് ഹസീനയുടെ പേരിൽ രണ്ട് രാജ്യത്തെ നയതന്ത്ര ബന്ധം എങ്ങനെ പോകുമെന്ന് വരും മണിക്കൂറിൽ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.